ഒരിക്കലും എനിക്ക് ആകസ്മികമായിട്ടൊരു അനുഭവം ഉണ്ടായി. ഞാൻ കോട്ടയത്ത് നിന്ന് മദ്രാസ് മെയിലിൽ തൃശ്ശൂർ വന്നിറങ്ങിയതാണ്. ട്രെയിൻ ലേറ്റ് ആയിരുന്നു. 8:30 വരേണ്ട ട്രെയിൻ വന്നപ്പോൾ 10:30 ഒരു ചാറ്റം മഴ ഉണ്ടായിരുന്നു. കുട എടുത്തിട്ടുണ്ടായില്ല. ഞാൻ എൻ്റെ ബാഗ് തലയിൽ വെച്ചിട്ട് നടക്കുകയാണ്. കാരണം ഓട്ടോറിക്ഷ കിട്ടാനില്ല. ഇപ്പോൾ ദിവാഞ്ചി മൂല എന്ന് പറഞ്ഞാൽ ഒരു 150 മീറ്റർ മുന്നോട്ട് പോയാൽ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ കിട്ടുന്ന വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തിടുക്കത്തിൽ നടക്കുകയാണ്. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ പിറകിൽ വന്നിട്ട് ഹോൺ അടിച്ചു. എൻ്റെ വിളിച്ച് ഫാദർ കയറുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, മോനെ എനിക്കൊരു ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, കിഴക്കേ കോട്ട വരെ പോകുന്നുണ്ടോ, നിനക്ക് ലോങ് ഡിസ്റ്റൻസ് കിട്ടിയാലേ പിന്നെ ഞാൻ കയറിയിട്ട് വഴക്ക് കൂടണ്ട. അപ്പം പറഞ്ഞില്ല, ഞാൻ ഫാദറെ കണ്ടിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഉടനെ തന്നെ ഇത്ര താല്പര്യത്തോടു കൂടി എന്നെ വന്ന് ക്ഷണിച്ചത് കൊണ്ട് ആ ഓട്ടോറിക്ഷയുടെ പേരൊന്ന് വായിച്ചു. വചനകൂടാരം എന്നാണ് എൻ്റെ പേര്. അപ്പം എനിക്ക് മനസ്സിലായി കരിസ്മാറ്റിക് തലയ്ക്ക് തട്ടിയ പാർട്ടിയാണ്. ഞാൻ ആ വണ്ടിയെ കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ഞാനൊരു പാട്ട് പാടിക്കോട്ടെ? അപ്പം ഞാൻ വിചാരിച്ചു ഈ ഓഡിയോ കാസറ്റ് ഈ വണ്ടിക്കകത്തുണ്ടാകും. ചിലപ്പോൾ വല്ല കുരുത്തം കണ്ട സിനിമാ ഗാനം പാടാനായിരിക്കും അനുവാദം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ എന്ത് പാടിയാലും കുഴപ്പമില്ല, എനിക്ക് വീട്ടിലെത്തിയാൽ മതി, നീ വെച്ചോ. പക്ഷെ അവൻ മനോഹരമായിട്ടൊരു പാട്ട് പാടി. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, ഇവിടെ കുഴലൊക്കെ എവിടെ കിടക്കണം അവൻ പാടി വെച്ച് നോക്കുമ്പോൾ. നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ, ഞാൻ കുറ്റപ്പെടുത്തി പറയല്ലോ. കർത്ത താളലയത്തോടുകൂടെ ശ്രുതിമധുരമായിട്ട് അവൻ പാടി. പാട്ട് കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു, ഞാനൊന്ന് വചനം പറഞ്ഞോട്ടെ? അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന്റെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തില് പങ്കാളിത്തം കൊണ്ട് ഒരു ഞരമ്പല്ല പല ഞരമ്പ് കൂട്ടിയിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അവനോട് ശ്രുതിമധുരമായിട്ട് മണിനാദത്തിൽ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണമെങ്കിൽ പ്രഘോഷിക്കപ്പെടണം. സുവിശേഷം പ്രസംഗിക്കുന്ന പാദങ്ങൾ എത്ര? അത് കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു, ഫാദറെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ? ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല നീ വട്ടായച്ചൻ അട്ടപ്പാടി ഗ്രൂപ്പാണോ അതോ വണമനാലച്ചൻ അണക്കര ഗ്രൂപ്പാണോ അതോ പൂവണ്ണിലച്ച് പുതിയത് വന്നിട്ടുണ്ട്, ഏത് ഗ്രൂപ്പാണെന്ന് എനിക്കറിയാൻ പാടില്ല. നീ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്ക് വിരോധമില്ല, പക്ഷെ സ്റ്റിയറിങ് വിടാൻ പാടില്ല. കാരണം ഈ ഗ്രൂപ്പൊക്കെ പ്രാർത്ഥിക്കുന്നത് കൈപൊക്കിയിട്ടാണ്. എനിക്ക് ജീവനിൽ കൊതിയുണ്ട്. ഞാൻ പറഞ്ഞു, സ്റ്റിയറിംഗും എന്ന് കൈയെടുക്കാണ്ട് നീ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എത്ര മനോഹരമായിട്ടോ എനിക്കൊരു പ്രാർത്ഥിച്ചെന്നറിയാമോ? സത്യം പറഞ്ഞാൽ കുണ്ടുകുളം പിതാവ് എനിക്ക് പട്ടം തന്നപ്പോൾ പോലും അത്ര ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. പിതാവിന് ആരോഗ്യം കൊടുക്കണേ, പിതാവിന് ആയുസ് കൊടുക്കണേ, പിതാവിന് വരദാനങ്ങൾ കൊടുക്കണേ, പിതാവിന് കൃപ കൊണ്ട് നിറയ്ക്കണേ, പിതാവിനൂടെ ഒരുപാട് പേര് സുവിശേഷം അറിയട്ടെ. ഞാൻ അരമനയുടെ പടിക്കെത്തിയപ്പോ 10:30 പടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, ബഹളമൊന്നും വെക്കണ്ട, താക്കോൽ എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാൻ 50 രൂപ അവന് കൊടുത്തു. 20 രൂപയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 30 രൂപ അവന് ടിപ്പ് കൊടുത്തതാ. കാരണം അത്രയ്ക്കേറെ എനിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ അച്ഛന്മാരെ ഏത് പ്രാർത്ഥന ചെയ്താലും കാശ് മേടിക്കുന്നവരാണ്. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, ഞാൻ തൃശ്ശൂരിൽ നിന്നായതുകൊണ്ടാണ് പറയണം. പാലക്കാട് അങ്ങനെ മേടിക്കുന്നുണ്ടാകില്ല. ഞങ്ങളൊക്കെ അന്നത ചെല്ലിയാലും ഒഫീസ് ചെല്ലിയാലും വീട് വെഞ്ചരിച്ചാലും വാഹനം വെഞ്ചരിച്ചാലും ഒക്കെ കാശുണ്ട്. ഇവൻ എനിക്ക് ഇത്ര നേരം പ്രാർത്ഥിച്ചതല്ല, അവനെ എന്തെങ്കിലും കൊടുക്കാണ്ട് പറ്റൂ. അവൻ 20 എടുത്ത് 30 എനിക്ക് തിരിച്ചു തന്നിട്ട് പറഞ്ഞു, എനിക്ക് 20 വേണ്ട, 30 വേണ്ട. എന്നിട്ട് അവനോട് ചോദിച്ചു, എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കോ? ഞാൻ അവൻ്റെ തലയിൽ കൈവച്ചു. അവൻ റോട്ടിൽ മുട്ടുകുത്തി. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവൻ്റെ കൈ കൂപ്പിപ്പിടിച്ച കൈയെടുത്ത് എൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇവന് കൊടുത്ത ആത്മാവിൻ്റെ ഒരരട്ടിയെങ്കിലും എനിക്ക് തരണേ. അവനോട് പറഞ്ഞൊരു വാചകം ഞാൻ കൂടെ പറയാണ്, ഫാദറെ,
ഞാനൊരു നുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. എൻ്റെ പേര് വർഗീസ് എന്നാണ്. ജീവിതകാലത്ത് ഒരിക്കലും പള്ളിയിൽ പോയിട്ടില്ല. എൻ്റെ അപ്പനും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഞായറാഴ്ചകളിൽ ഞാൻ കുർബാന കാണാറില്ല, കുമ്പസാരിക്കാറില്ല. ഒരു റോഡ് അപകടത്തിൽ ഞാൻ തളർന്ന് കിടപ്പായി. എന്നെ കാണിക്കാത്ത ഡോക്ടർമാരും കൊണ്ടുപോകാത്ത ആസ്പത്രികളും കഴിക്കാത്ത മരുന്നുകളും ഇല്ല. ആർക്കും എന്നെ സുഖപ്പെടുത്താൻ പറ്റിയില്ല. ഞാൻ 4 കൊല്ലത്തോളം കിടപ്പാണ്. എൻ്റെ ഭാര്യ എന്നെ പൊന്നുപോലെ നോക്കി. എൻ്റെ മലമൂത്ര വിസർജനങ്ങൾ വരെ കൈകൊണ്ടെടുത്ത് മാറ്റുന്നേ. എനിക്ക് ഭക്ഷണം കോരി തരുന്ന അവളാ. എന്നെ പലപ്പോഴും എടുത്ത് കുളിപ്പിക്കുകയും കിടത്തുകയൊക്കെ ചെയ്യുന്ന അവളാ. എനിക്ക് അവളോട് ഒരുപാട് കടപ്പാടുണ്ട്. അവള് 2 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞു, ഈ പോട്ടയിൽ രോഗികൾക്കൊരു ധ്യാനം നടക്കുന്നുണ്ട്, ചേട്ടാ ഒന്ന് പോകാമോ? ഞാൻ വിശ്വസിച്ചിട്ട് പോയതല്ല. എന്റെ മലമൂത്രം വരെ എടുക്കുന്ന അവള് എന്നോട് ചോദിച്ചപ്പോ അവൾക്കൊരു സന്തോഷത്തിന് വേണ്ടി പോയതാണ്. 4-ാം ദിവസം അവിടെ അനൗൺസ് ചെയ്ത് രോഗശാന്തി പ്രാർത്ഥനയുടെ വേളയില് തളർന്നു കിടക്കുന്ന ഒരു രോഗി നടന്ന് സ്റ്റേജിലേക്ക് വരാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. എനിക്കത് കേട്ടതുപോലെ തോന്നിയില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു കൃപ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അച്ഛൻ 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടും ആരും പോകാണ്ട് വന്നപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ചേട്ടൻ ആരും പോകുന്നില്ല, ചേട്ടനെ കുറിച്ചാണ് തോന്നണേ, ഒന്ന് എഴുന്നേൽക്ക്. അവൾക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി അവള് തന്ന കരത്തിന്റെ ബലത്തില് ഞാൻ എഴുന്നേറ്റു. ഒറ്റടി വെച്ച് ഞാൻ നടന്നു. ഞാൻ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്ക് കയ്യടിയായി. സ്റ്റേജിലേക്ക് അവൾ എന്നെ കയറ്റി. അച്ഛനോട് പറഞ്ഞു, ആ കയ്യിലെ വടി മാറ്റാൻ പറഞ്ഞു, നേരെ നിൽക്കാൻ പറഞ്ഞു. നിന്ന വീട് പോകുമെന്ന് ഞാൻ കരുതി. ഞാൻ വീണില്ല, പരിപൂർണ സൗഖ്യമായി. ഞാൻ നിരീശ്വര പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ പണയപ്പെടുത്തിയവനാണ്. ഇന്ന് എന്റെ ജീവിതം കാശുണ്ടാക്കാനല്ല. പണ്ട് ഈ ഓട്ടോറിക്ഷ എനിക്കൊരു ഉപജീവന മാർഗമാണ്. ഇന്ന് എനിക്ക് ഈ ഓട്ടോറിക്ഷ കർത്താവിനെ പ്രസംഗിക്കുന്ന വചനപീഠമാണ്. കാലത്ത് 6 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ വന്ന് കുർബാന കാണും. 7 മണി വരെ ഞാൻ അവിടെ പള്ളിയിൽ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഞാൻ ആളുകളെ കയറ്റും. സ്കൂൾ കുട്ടികളെ, ആസ്പത്രിയിൽ പോകുന്നവരെ, ഇന്റർവ്യൂവിന് പോകുന്നവരെ, പരീക്ഷയ്ക്ക് പോകുന്നവരെ, പെൻഷന് വേണ്ടി പോകുന്നവരെ, ആര് വണ്ടിയിൽ കയറിയാലും ഞാൻ അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടും. ഞാൻ അവർക്ക് വേണ്ടി ഒരു വചനം പറയും. ഞാൻ അവരോട് കർത്താവിനെ കുറിച്ച് പ്രാർത്ഥിക്കും. അവരുടെ പരീക്ഷ നന്നാകാൻ, അവരുടെ രോഗം കണ്ടുപിടിക്കാൻ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാൻ, അവരുടെ വിവാഹങ്ങൾ നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. എന്റെ വണ്ടിയിൽ മുസ്ലിമുകൾ കയറിയിട്ടുണ്ട്. എന്റെ വണ്ടിയിൽ RSSകാര്, VHPക്കാര് കയറിയിട്ടുണ്ട്. എന്റെ വണ്ടിയിൽ ഒരിക്കലും പള്ളിയിൽ പോകാത്ത കമ്മ്യൂണിസ്റ്റുകാർ കയറിയിട്ടുണ്ട്. ആരെയും ഞാൻ നോക്കാറില്ല. ഈ വണ്ടിക്കകത്ത് കയറുന്നവനോട് കർത്താവിനെ പറയാതെ ഞാൻ ഈ വണ്ടിയിൽ നടക്കില്ല. ഞാൻ ടെലിവിഷൻ കാണാറില്ല, ഞാൻ പത്രം വായിക്കാറില്ല. ഞാൻ രാവിലെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കേണ്ട സമയം അവിടെ പോയി കഴിക്കും. രാത്രിയിലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വണ്ടി എടുത്ത് 11 മണി ഉറക്കം വരുന്നത് വരെ ഈ വണ്ടിയുമായിട്ട് ഞാൻ ചുറ്റിക്കറങ്ങും. ഒരുപാട് കള്ളുകുടിയന്മാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരെ ഞാൻ വീട്ടിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണുമ്പോൾ അവരെ ഞാൻ ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് ചികിത്സിച്ചിട്ടുണ്ട്. എനിക്ക് അച്ഛനെ പോലെ വചനം പ്രഘോഷിക്കാൻ, വേദികളിൽ കയറി നിൽക്കാനുള്ള ധൈര്യമില്ല. പക്ഷെ എന്റെ വണ്ടിക്കകത്ത് കയറുന്നവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അവനോട് ഞാൻ കർത്താവിനെ പ്രസംഗിച്ചേ വിടുകയുള്ളൂ എന്ന് ഉറച്ച തീരുമാനമാണ്. മിഷൻ പ്രവർത്തനം എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നതും കാനഡയ്ക്കും ഉഗാണ്ടയ്ക്കും പോകുന്ന ഒന്നുമല്ല. എനിക്കും നിങ്ങൾക്കും ചുറ്റുമുള്ളവരോട്, കണ്ടുമുട്ടുന്നവരോട് കർത്താവിനെ പറയാനുള്ള ചങ്കൂറ്റമാണ്.